ഇത് മാസ് മോട്ടോഴ്സാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് കയറ്റിയാണ്. അപ്പോൾ നമുക്ക് വണ്ടി 43,150 കിലോമീറ്റർ ഇപ്പോൾ നമുക്ക് നിലവിൽ മീറ്റർ റീഡിങ് കാണിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ഓടിച്ച് നോക്കുന്ന സമയത്ത് അങ്ങനെ മേജറായിട്ട് വേറെ കംപ്ലയിൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല, വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ നമ്മൾ പീരിയോഡിക് സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള മെയിൻ്റനൻസ് ആണ്. ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. അതേപോലെ ബാക്ക് വീലിൻ്റെ ബെയറിങ്ങൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ ചെയിൻ ചെറിയ ലൂസ് ഉണ്ട്, അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് തരാം. വീലൊക്കെ ബാക്ക് ടയറൊക്കെ പുതിയ ടയറാണ്, MRF ടയറാണ്. ചെയിൻ ചെറിയ ലൂസ് ഉണ്ട്, അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് റീസെറ്റ് ആക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ കിടക്കണേ, കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതേപോലെ തന്നെ ബാറ്ററി നമ്മൾ നോക്കുന്നുണ്ട്. ബാറ്ററി 2024 മോഡൽ ബാറ്ററി വണ്ടി ഇരിക്കണേ. അപ്പോൾ ഞാനതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 13 വോൾട്ട് ഒരു കാണിക്കണം, 13.15 കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴും 9.15. അപ്പോൾ നിലവിൽ വേറെ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്, ഓയിൽ മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു ഓയിൽ ലീക്കേജ് കാണുന്നുണ്ട് ഈ സൈഡിൽ. ന്യൂട്രൽ സ്വിച്ചിൻ്റെ ഓറിങ് വേഗനാണ്. അപ്പോൾ അതൊന്ന് അയച്ചിട്ട് കൈയുടെ ഓറിങ് മാറ്റിയിട്ടേക്കാം. അതിൻ്റെ ഈ സൈഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഓയിൽ മയത്തോട് ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് അഴിച്ചിട്ട് അതിൻ്റെ ഓറിങ് മാത്രമായിട്ടൊന്ന് മാറ്റിയിടാം. പിന്നെ ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീൽ ബെയറിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് പാഡ് ഈ പറഞ്ഞ പോലെ അതിൻ്റെ മാക്സിമം ലൈഫ് തീർന്നതാണ് അത് കേട്ടോ. ഇതതിൻ്റെ ഇൻഡിക്കേഷൻ ലൈനാണ്. ഇതിനിപ്പം നമുക്ക് എന്തെങ്കിലും അടുത്ത സർവീസ് വരെ എടുക്കില്ല, നിസ്സാരം കൂടി ഓടാനുള്ളൂ. അപ്പോൾ അത് കൈയോടെ മാറ്റി പോകണം നല്ലത്. കാരണം എന്താ വെച്ചാൽ ഇതല്ലെങ്കിൽ നമുക്കിപ്പോൾ നെക്സ്റ്റ് സർവീസ് വരെ ഓടിക്കാമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ മെറ്റൽ കയറി ഇതുമ്പോൾ പിടിക്കാൻ തുടങ്ങും. അപ്പോൾ അതൊരു കംപ്ലയിൻറ്റ് ഉരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. ഇതിൻ്റെ ഒരു 99% തീർന്നേക്കുന്നതാണ്, മാറ്റി കളയണമെന്നാണ് ബെറ്റർ കേട്ടോ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ഫ്രണ്ടിലത്തെ കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ ഫ്രണ്ട് ഷോക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പുതിയ പ്ലഗാണ്, വലിയ പഴക്കമായിട്ടില്ല. പിന്നെ ആക്സിലേറ്ററിൻ്റെ പ്ലേ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, നല്ല കുഴപ്പമില്ല. ഒരല്പം പ്ലേ കൂടുതലുണ്ട്, നമുക്കൊരല്പം പൊടിക്ക് കുറച്ചിട്ടേക്കാം. വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും നിലവിൽ കാണുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സർവീസിൻ്റെ വർക്കാണ് മെയിനായിട്ടുള്ളത്. നമുക്ക് അതിനകത്ത് മാറ്റേണ്ട വരുന്ന പാർട്സ് ഒന്ന് എഞ്ചിൻ ഓയിൽ മാറണം, നമുക്ക് പൊളിച്ചിൻ്റെ ടൈം ആയതുകൊണ്ട് മാറണം. പിന്നെ ഓയിൽ ലീക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഓറിങ് മാറ്റിയിടാനുണ്ട്. പിന്നെ ബ്രേക്ക് പാഡ് ഏകദേശം അതിൻ്റെ 99% തീർന്നിരിക്കണമാണ്, അത് കൈയോടെ നമുക്കത് മാറ്റണമായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. പിന്നെ നമുക്ക് ഹെഡ്ലൈറ്റ് ഒരു പോയിൻ്റ് വർക്ക് ചെയ്യണുള്ളൂ, അതിന് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു പോയിൻ്റ് ഉള്ളൂ അതിനകത്ത് കേട്ടോ. അപ്പോൾ മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ കൂടെ നമുക്ക് ആ ബൾബ് കൂടി മാറ്റിയിടാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഒരു പോയിൻ്റ് വേണം ഇപ്പോൾ ഓടിക്കുട്ടിക്കുക, അപ്പോൾ അതേപോലെ വേണമെങ്കിൽ അടിച്ച് പോകാം. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ പറയാൻ വിട്ടുപോയതായിരിക്കും, അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എസ്റ്റിമേറ്റിൽ ഞാൻ ആ ഹെഡ്ലൈറ്റ് ബൾബും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടുള്ളൂ, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.